ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഗോവിന്ദനാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു, നന്ദു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനും കനകയും കൂടി ഒരു സിനിമയ്ക്ക് പോയായിരുന്നു. അപ്പോൾ കനകയെ ഒരുപാട് ആണുങ്ങൾ ചേർന്ന് ശല്യപ്പെടുത്തിയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതായിരുന്നു, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എനിക്ക് ജനിക്കാൻ പോവുകയാണെങ്കിൽ ആ കുട്ടിയെ കൊണ്ട് ചില അഭ്യാസങ്ങളൊക്കെ പഠിപ്പിക്കുമെന്ന്. ഞാൻ കളരി പഠിപ്പിച്ചു. പിന്നെ അതിൽ ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് പിന്നെ ഞാൻ കരാട്ടെ പഠിപ്പിച്ചു. കരാട്ടെ പഠിപ്പിച്ച മാഷിനെ വരെ അവൾ തോൽപ്പിക്കാൻ തുടങ്ങി എന്ന്. അപ്പോൾ ദേവേനി പറയണ, ഇപ്പോൾ പഠിപ്പിച്ചതെല്ലാം വലിയ കാര്യമായി പോയല്ലോ എന്ന്. അതിന് ശേഷം നയന പറയണ, അന്നും വീട്ടിൽ എന്നും പ്രശ്നമായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി ആരായിട്ടെങ്കിലും വഴക്ക് കൂടിയിട്ടായിരിക്കും അവൾ വരുന്നത്. പറയുന്നുണ്ടായിരുന്നു അവളുടെ ഫൈറ്റ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നവിയുടെ പരിപാടി എന്ന് വെച്ചാൽ വെളിയിലെ പൂവാനന്മാരൊക്കെ നവിയെ ശല്യം ചെയ്യുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൊണ്ട് അടുപ്പിക്കുന്ന പരിപാടിയായിരുന്നു നവിയയ്ക്ക്. അതൊക്കെ കനക പറയുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന സമയത്ത് അതായിരുന്നല്ലോ നിൻ്റെ മെയിൻ പരിപാടിയെന്ന് കനക നവിയുടെ അടുത്ത് പറയുന്നതിന് ശേഷമാണെങ്കിൽ നന്ദു ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ എല്ലാവരും ഇരുന്ന് സംസാരിക്കുന്നതാണ് നന്ദു കാണുന്നത്. അപ്പോൾ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവരെയൊക്കെ മറികടന്ന് ഞാൻ എങ്ങനെയാണ് അനിയനെ കാണാൻ പോകുന്നതെന്ന്. വല്ലാത്ത പരീക്ഷണമാണല്ലോ എനിക്ക് തന്നിരിക്കുന്നത്, ഇതിനെയൊക്കെ മറികടന്ന് ഞാൻ എങ്ങനെ പോകും എന്നുള്ള വിഷമത്തിലാണ് നന്ദു ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നതിന് ശേഷമാണ് കനക പറയുന്നുണ്ടായിരുന്നു, മോള് അനിയായിട്ട് അടുത്തതിന് ശേഷം മോളുടെ സ്വഭാവത്തിന് വല്ലാത്ത മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ദേവേനി പറയുന്നുണ്ടായിരുന്നു, അനി അത്രയും അധികം നന്ദുവിനെ സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നന്ദുവിന് സ്വഭാവത്തിൽ വന്ന മാറ്റം അതുകൊണ്ടാണെന്ന്. ദേവേനി പറയുന്നുണ്ടായിരുന്നു, ആ സമയത്ത് ഇവരുടെ ഇഷ്ടം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും എതിർത്തേനെ. ആ സമയത്ത് ആദർശിൻ്റെ അച്ഛനും ആദർശും മുത്തശ്ശനും ഒക്കെ ഇവരുടെ ബന്ധത്തിന് കൂട്ടുനിന്നെങ്കിൽ എന്ന്. ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമല്ല, അനിയുടെയും അനാമികയുടെയും വിവാഹം കഴിഞ്ഞു പോയില്ലേ എന്ന് ദേവേനി പറയുകയാണേ. പിന്നെ ഒരുപാട് സമയം പുറത്ത് കാത്തു നിന്നിട്ടും കാണാത്തതുകൊണ്ട് അനിയാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് വരുമ്പോൾ ദേവേനിയുടെ കാറ് പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നേ. ഇനി വല്യമ്മയുടെ കാറ് കാണുകയാണ്. അപ്പോൾ അനി വിചാരിക്കുകയാണ്, ഇത് വല്യമ്മയുടെ കാറാണല്ലോ, വല്യമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് വിചാരിച്ചിട്ട് അനിയാണെങ്കിൽ വീട്ടിൽ കയറാതെ അങ്ങ് തിരിച്ചു പോവുകയാണ്. ശേഷം അനിയാണെങ്കിൽ നന്ദുവിനെ വിളിക്കുന്നുണ്ടായിരുന്നു. നന്ദുവിനെ വിളിക്കുമ്പോൾ നന്ദു ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ വിളിച്ചിട്ടും എടുക്കണില്ല, അവൾക്കൊന്ന് മെസ്സേജെങ്കിലും അയച്ചുകൂടെ എന്ന്. ആണെങ്കിൽ ആദർശിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, മോനെ നിൻ്റെ അമ്മ ഇന്ന് നേരത്തെ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയല്ലോ എന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, അമ്മ അമ്പലത്തിലേക്കൊന്നുമല്ല പോകുന്നത്, നമ്മളെ കണ്ണൊക്കെ മൂടിയിട്ട് അമ്മ വേറെ സ്ഥലത്തേക്കാണ് പോകുന്നത്. ദിവസമായിട്ട് അമ്മ നമ്മളുടെ കണ്ണ് മൂടി കെട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജയനും പറയണേ, എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന്. ആദർശ് പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ലായിരുന്നു, അമ്മ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ചെയ്യുന്നത്. ചിലരോടൊക്കെ കൂട്ടുകൂടിയതിന് ശേഷം അമ്മയുടെ സ്വഭാവത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ആ ചിലരൊക്കെ അതാരാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുകയാണ്, അച്ഛാ ഇളയച്ചനെയും കൂട്ടിയിട്ട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വാ, ഞാൻ എന്നിട്ട് കാര്യങ്ങൾ പറയാമെന്ന് പറയുകയാണ്. ജയൻ ആദർശിൻ്റെ ചോദിക്കുകയാണ്, എന്തെങ്കിലും സീരിയസ് ആയ കാര്യമാണോ മോനെ എന്ന്. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, സീരിയസ് ആയ കാര്യം തന്നെയാണ് എന്ന്. പിന്നീട് ആദർശും ജയനും കൂടി മുത്തശ്ശൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അജയനും അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നേ. ജയൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛാ ആദർശിന് അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് എന്തൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ആ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അവനക്ക് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. അതിന് ശേഷം ആദർശ മുത്തശ്ശൻ്റെ അടുത്ത് പറയുകയാണ്, അമ്മയും നയനയൊക്കെ ഒന്നിക്കണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, അമ്മ നയനയെ സ്നേഹിക്കണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുകയാണ്, നമ്മളത് ആഗ്രഹിച്ചിട്ട് കാര്യമല്ലല്ലോ, അത് നടക്കാത്ത സ്വപ്നമല്ലേ എന്ന് ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുമ്പോൾ ആദർശ് പറയുകയാണ്, ആര് പറഞ്ഞു നടക്കാത്ത കാര്യമൊന്നും, ഇപ്പോൾ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയാണ് എന്ന്. അപ്പോൾ കുറേ ദിവസമായി അമ്മ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് അവൾ എൻ്റെ കയ്യിൽ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന്. അമ്മയ്ക്ക് ചിലപ്പോൾ പറയാൻ മടി കാണും, അതുപോലെയല്ലേ അമ്മ അവളെ വെറുത്തിരുന്നത്. പക്ഷേ നയനയ്ക്ക് അങ്ങനെയല്ലല്ലോ, അവൾക്ക് എന്ത് എൻ്റെ അടുത്ത് തുറന്ന് പറയാമായിരുന്നല്ലോ, എന്നിട്ടും അവൾ ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞുകൂടായിരുന്നോ? ഇങ്ങനെ പറയുമ്പോൾ ദേവയാനി നയനയെ സ്നേഹിക്കുന്നതെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവർക്കും ആകെ ഷോക്കാവുകയാണേ. അപ്പോൾ അവർ സ്നേഹിച്ച് തുടങ്ങിയോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആരും പറഞ്ഞറിഞ്ഞതല്ലേ, എൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഞാൻ അവർ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ടതാണെന്ന് ആദർശ് പറയുകയാണ്. നയനയുടെ വീട്ടിൽ അമ്മ കയറിപ്പോകുന്നതെല്ലാം ആദർശ് ഓർക്കുകയാണ്. എന്നിട്ട് ആദർശ് അതൊക്കെ പറയുന്നുണ്ടായിരുന്നേ, നയനയുടെ വീട്ടിൽ അമ്മ കയറിപ്പോയിരുന്നു എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഏട്ടത്തി എന്നാലും കൊള്ളാമല്ലോ, വീട്ടിനകത്ത് രണ്ടുപേരും കീരിയും പാമ്പും പോലെയാണല്ലോ, പുറത്ത് എന്നിട്ട് അവർ തമ്മിൽ സ്നേഹത്തിലാണോ എന്ന്. അതിനെക്കുറിച്ചൊന്നും നയന പറയാത്തതിൽ ആദർശിന് വലിയ ദേഷ്യമുണ്ട്. അപ്പോൾ എന്നോടെങ്കിലും അവൾക്ക് തുറന്ന് പറയാമായിരുന്നല്ലോ അവർ തമ്മിൽ സ്നേഹത്തിലാണ് എന്ന്. നയനയും തമ്മിൽ അടുത്തതിന് ശേഷം ഞാൻ ഒരു കാര്യം പോലും നയനയിൽ നിന്ന് മറച്ചിട്ടില്ല, എന്നിട്ടാണ് അവൾ എന്നിൽ നിന്നും ഈ കാര്യങ്ങളൊക്കെ മറച്ചതെന്ന് ആദർശ് പറയുകയാണ്. നയനയ്ക്ക് അവാർഡ് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അമ്മയുടെ റെക്കമെൻഡേഷനിൽ തന്നെയാണ് അവാർഡ് ദാന ചടങ്ങും അന്ന് നടന്നതെന്ന്.
ആണ് അമ്മായിയമ്മയും മരുമകളും സ്നേഹിച്ചു തുടങ്ങിയത് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുകയാണ് അത് തന്നെ, എന്നിട്ട് ഇത് ഇത്രയും ദിവസമായിട്ടും നയന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്. അതിൻ്റെ ദേഷ്യവും വെറുപ്പും എല്ലാം നയനയുടെ അടുത്തുണ്ട്. അമ്മയ്ക്ക് എൻ്റെ അടുത്ത് പറയാൻ മടി കാണും, അവൾക്ക് എന്നാലും എൻ്റെ അടുത്ത് തുറന്ന് പറയാമായിരുന്നല്ലോ. എനിക്ക് അവളുടെ അടുത്ത് ദേഷ്യവും വെറുപ്പും ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുകയാണ് അതൊക്കെ ഇങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ മോനെ എന്ന്. നമ്മൾ ഒരുപാട് കള്ളങ്ങൾ ദേവയാനിയുടെ അടുത്ത് പറഞ്ഞതല്ലേ ഞാൻ. നമ്മൾ കരൾ കൊടുത്ത സമയത്തും ദേവയാനിയുടെ അടുത്ത് ഒരുപാട് കള്ളങ്ങൾ നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് മുത്തശ്ശൻ നമ്മൾ അമ്മയെടുത്ത് ആ കള്ളത്തനം പറഞ്ഞതെന്ന് മുത്തശ്ശനെ അറിയാമല്ലോ. മരുമകൾ കരൾ കൊടുത്തതെന്ന് അറിഞ്ഞ് അമ്മ സ്വീകരിക്കില്ലല്ലോ, അതുകൊണ്ടല്ലേ അമ്മയെടുത്ത് നമ്മൾ ഈ കള്ളത്തനങ്ങളൊക്കെ പറഞ്ഞത് എന്ന്. അതുപോലെ അല്ലല്ലോ ഇത് നയനയും അമ്മയും തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അറിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമുക്കത് കൂടുതൽ സന്തോഷമാവുകയല്ലേ ചെയ്യുള്ളൂ. അതൊന്ന് വന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവളടുത്ത് പറയുമോ, അതൊന്നും അവൾ നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവളത് മറച്ചു വെച്ചില്ലേ, അതിൻ്റെ വെറുപ്പ് എനിക്ക് അവളോട് ഉണ്ട്. മറച്ചു വെച്ചില്ലേ, അതിൻ്റെ വെറുപ്പ് എനിക്ക് അവളുടെ അടുത്തുണ്ട്. അതുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും എല്ലാം എൻ്റെ കൂടെ നിൽക്കണമെന്ന് ആദർശ് പറയുകയാണേ. മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നീയാണല്ലോ കമ്പനി വീടും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അപ്പോൾ നീ പറയുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തോളാം എന്നിങ്ങനെ പറയുമ്പോൾ ആദർശ് പറയുകയാണ് അങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ അവളും ഞാനും തമ്മിലുള്ള പിണക്കം ഇടണമെന്ന് പറഞ്ഞാൽ ഞാൻ ആ നിമിഷം മാറ്റും, പക്ഷേ അവളോടുള്ള വെറുപ്പ് എനിക്ക് ഉടനെ ഒന്നും മാറത്തില്ല എന്ന് മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ അവിടെ ഉള്ളവരുടെ തീരുമാനമൊക്കെ ആദർശിൻ്റെ കൂടെ നിൽക്കണോ എന്ന് തന്നെയാണ്. ജയൻ പറയുന്നുണ്ടായിരുന്നു ഇനി നമ്മളായിട്ട് അവളുടെ പിണക്കം മാറ്റാൻ പോവുകയാണെങ്കിൽ അവരുടെ പിണക്കം മാറുമായിരിക്കും, പക്ഷെ അവളോടുള്ള വെറുപ്പൊന്നും ആദർശിന് മാറത്തില്ല, അവർ തന്നെ അത് സംസാരിച്ച് മാറ്റട്ടെ എന്ന് പറയുകയാണ്. ഇത് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പോവുകയാണല്ലോ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. അതിനുശേഷം ആദർശ് അവിടെ നിന്ന് പോയതിനു ശേഷം മുത്തശ്ശി പറയുകയാണ് ദേവയാനി എന്തായാലും ആൾ കൊള്ളാമല്ലോ, അവളെ സ്നേഹിക്കാൻ വേണ്ടിയാണ് അവൾ ഇവിടെ നിന്നും പുറത്തേക്ക് പോകുന്നത്, നയനമോളുടെ വീട്ടിലേക്കാണ് അവൾ പോകുന്നത്. പിന്നീട് ജലജേനെയാണ് കാണിക്കുന്നത്. അനാമികയാണെങ്കിലും ജലജയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നേ. അവൾ എവിടേക്കാണ് പോകുന്നത്, പുറത്തേക്കാണോ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അനാമിക പറയുകയാണ് ഇവിടെ നിന്ന് ഒരുത്തൻ പുറത്തേക്ക് പോയിരുന്നല്ലോ, അവൻ്റെ അടുത്ത് ഞാനും കൂടി വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു എന്ന്. അപ്പോൾ ജലജ ചോദിക്കുകയാണ് അനി പുറത്തേക്ക് പോയോ എന്ന്. ശരിത്തോട് ജലജ ചോദിക്കുകയാണ് അവൻ പുറത്തേക്ക് പോയോ എന്ന്. അപ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഹാളിലൊക്കെ ആളുണ്ടായിരുന്നുണ്ടോ, പിന്നാമ്പുറം വഴിയാണ് അവൻ പുറത്തേക്ക് പോയെന്ന്. എന്തായാലും ഇന്നത്തെ ദിവസം പുറത്തേക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഇന്ന് പോലീസ് ക്യാമ്പിൽ ട്രെയിനിങ്ങിന് പോവുകയല്ലേ, അതുകൊണ്ട് അവളെ കാണാൻ വേണ്ടിയാണ് അവൻ പുറത്തേക്ക് പോയത്. അപ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു ജാനകിയല്ലേ പറഞ്ഞ് അവനെ ഇന്ന് പുറത്തേക്ക് വിടില്ല എന്ന്. അപ്പോൾ അനാമിക പറയുകയാണ് ആരൊക്കെ തടഞ്ഞാലും അവൻ ഇന്ന് പുറത്തേക്ക് പോകുമെന്ന് തീരുമാനിച്ച് അവൻ പുറത്തേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ ജാനകി പറയുകയാണ് മോളെന്തിനാ ഇതൊക്കെ അനുവദിച്ച് കൊടുക്കുന്ന, അവൻ പുറത്തേക്ക് പോയപ്പോൾ കൂടെ പുറത്തേക്ക് പോയിക്കൂടെ ആയിരുന്നു എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ജാനകിയുടെ അടുത്ത് അനാമിക പറയുകയാണ് ഞാനെന്തിനാ അവൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നത്, പിന്നെ അവന് വേണ്ടല്ലോ, അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ജലജ പറയുകയാണ് എത്ര കാലം ജീവിക്കുമെന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനാമിക പറയുകയാണ് അങ്ങനെ അങ്ങ് ജീവിച്ച് പോകാമെന്ന്. അത് തന്നെയാണ് നല്ലത്, ഞാൻ എത്ര സന്തോഷത്തോടെയാണ് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ജീവിച്ചതെന്ന് അറിയാമോ, അപ്പച്ചിക്ക് അറിയാമോ, ഇപ്പോൾ ഇവിടെ ഞാൻ മരിച്ചതുപോലെയാണ് ജീവിച്ച് തീർക്കുന്നത് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടാണ് അനാമിക അവിടെ നിന്ന് പോകുന്നത്. ഇത് ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ജലജയ്ക്ക് ആകെ സന്തോഷമാവുകയാണ്. ജലജ ഓർക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ജീവിതം അധികകാലമൊന്നും മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിൽ സന്തോഷിച്ചാണ് ജലജയും നിൽക്കുന്നത്. ഇതാണെങ്കിൽ അനിയെ കാണിക്കുന്നുണ്ടായിരുന്നു. നന്ദു ആണെങ്കിൽ ഒരു മെസ്സേജും അയക്കുന്നില്ല, ഒരു ഫോണും എടുക്കുന്നില്ല. അപ്പോൾ ആ സങ്കടത്തിൽ തന്നെയാണ് അനിയെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ഇന്ന് വന്ന കാര്യം നടത്താതെ ഞാൻ പോകത്തില്ല എന്ന്. എന്തായാലും നന്ദുവിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് അനിയും. പിന്നീട് നന്ദു ആണെങ്കിൽ ഫോണെടുത്ത് പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നന്ദുവിനെ വിളിക്കാനും പറ്റുന്നില്ല, മെസ്സേജ് അയക്കാനും പറ്റുന്നില്ല, പുറത്തേക്ക് പോകാനും പറ്റുന്നില്ല എന്ന്. ദേവയാനിയാണെങ്കിൽ വന്നിട്ട് ചോദിക്കുകയാണ് മോളെ പോവാറായില്ലേ, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നതെന്ന്. പോവാറായപ്പോൾ ഒരു വിഷമം ഉണ്ടല്ലേ, മോള് പോവാറായപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഇത്രയും വിഷമം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന്. ഇത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ദേവയാനി നന്ദുവിൻ്റെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉപദേശിക്കുകയാണ് നന്ദുവിനെ കാണരുത്, നന്ദു വിളിച്ചാൽ എടുക്കരുത്, നല്ല രീതിയിലൊക്കെ ട്രെയിനിങ് ക്യാമ്പിനൊക്കെ പോകണം, നല്ല രീതിയിലൊക്കെ വരണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ നന്ദുവും പറയുകയാണ് ഇനി അനിയനെ കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റൂലല്ലോ, അതുകൊണ്ട് ഇനി കുഴപ്പമില്ല എന്ന് നന്ദുവും പറയുകയാണ്. എന്നാലും മോളുടെ മനസ്സിലൊക്കെ ചില ചലനമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നയനയും സമ്മതിച്ച കാര്യമാണല്ലോ എന്ന്. ഇപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ മോൾ SA ആവുന്നത് കൊണ്ട് ഇനിയിപ്പോൾ CA ആയിട്ടും ഉയർന്ന പോസ്റ്റിലേക്ക് പോകാനും പറ്റുമല്ലോ. അപ്പോൾ മോള് SA സെലക്ഷനൊക്കെ കിട്ടിയതിന് വന്നതിന് ശേഷം ഞാൻ തന്നെ മോൾക്ക് പറ്റിയ നല്ലൊരു ചെറുക്കനെ നോക്കിത്തരാം, സെലക്ഷൻ നോക്കി കല്യാണമൊക്കെ നടത്തിത്തരാമെന്നിങ്ങനെ പറയുമ്പോൾ നന്ദു പറയുകയാണ് എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട എന്ന്. ഇങ്ങനെ പറയുന്ന കേൾക്കുമ്പോൾ ദേവയാനി പറയുകയാണ് നീ ഇങ്ങനെ പറയുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ സംശയമാവുന്നത്, നീ അനിയായിട്ടുള്ള ബന്ധം ഇതുവരെയ്ക്കും നിർത്തിയില്ലേ, നീ അനിയെ കാണാൻ പോകുന്നുണ്ടോ, എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംശയം വരുന്നതെന്ന്. എന്തുവാണെങ്കിലും ആകെ വിഷമത്തിൽ തന്നെ പിന്നെ അനിയാണെങ്കിൽ നന്ദു വിളിച്ചിട്ട് വരാത്തത്
ഇല്ലാത്തതുകൊണ്ട് നന്ദുവിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. എന്നിട്ട് ഏട്ടത്തിയുടെ വീട്ടുകാരെ ഇഷ്ടമില്ലാത്ത വലിയമ്മ എന്തിനാണ് ഏട്ടത്തിയുടെ വീട്ടിൽ വന്നതെന്ന് അത് തിരക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് അനിയും അതിന് ശേഷം ഹെൽമെറ്റൊക്കെ ധരിച്ച് അനി പോകാൻ ഇറങ്ങി. എന്നിട്ടാണെങ്കിൽ അനി മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എന്തിനാ കള്ളനെ പോലെ ഹെൽമെറ്റൊക്കെ ധരിച്ച് അവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ഹെൽമെറ്റ് അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എനിക്ക് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ നല്ല സന്തോഷത്തിൽ വേണം നന്ദുവിനെ യാത്രയാക്കാൻ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദൻ അതിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ പറയുന്ന ആൾക്ക് വല്ല സന്തോഷമുണ്ടോ എന്ന്. ഈ പറയുന്നത് നിനക്ക് വല്ല സന്തോഷമുണ്ടോ എന്നിങ്ങനെ ഗോവിന്ദൻ അനിയുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ സമയത്താണ് അനി അവിടേക്ക് വരികയെന്ന്. അനിയെ കാണുമ്പോൾ തന്നെ എല്ലാവരുടെയും മുഖം മാറുകയാണ്. നീ എന്താ വന്നതെന്ന് ചോദിക്കുമ്പോൾ അനി പറയുകയാണ്, നന്ദു ഒന്ന് പോവുകയല്ലേ, അപ്പോൾ നന്ദുവിനെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പം അനിയെ കാണുമ്പോൾ തന്നെ എല്ലാവരും ഇരിക്കുകയായിരുന്നല്ലോ അനിയെ കാണുന്നത്, എല്ലാവരും എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം ദേവയാനിയും കൂടി റൂമിൽ നിന്ന് വരുന്നത്. അപ്പോൾ നന്ദുവിനെ പിടിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ചാണ് ദേവയാനി റൂമിൽ നിന്ന് വരുന്നത്. ഇത് കണ്ടോടെ നിൽക്കുന്ന അനിയാണ്. രണ്ടുപേരും വരുന്ന അത്ഭുതത്തോടെയാണ് അനി നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇത് ദേവയാനി നന്ദു സംസാരിച്ച് ചിരിച്ച് കളിച്ചാണ് വരുന്നത്. അപ്പോൾ അനിയെ കാണുമ്പോൾ ദേവയാനിയുടെ മുഖവും മാറുകയാണ്. ദേവയാനി അന്തിച്ച് അനിയെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.